ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്നേ ക്രിസ്മസിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. എല്ലാവർക്കും ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഇവിടെ നമുക്ക് ക്രിസ്മസും അവിടെ അമ്പലത്തിൽ ഉത്സവവും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ക്രിസ്മസിന് വരുന്ന ഓർഡേഴ്സ് എല്ലാം എടുക്കാൻ പറ്റാറില്ല. പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ക്രീം കേക്ക്സും പിന്നെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റും ഉണ്ടായിരുന്നു. ക്രീം കേക്ക്സിൽ 3 റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അംഗനവാടിയിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്ത് ഞാൻ തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഫൈനൽ കോട്ടും കൊടുക്കുന്നത്. കൂടുതൽ വർക്കുകൾ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ എല്ലാത്തിൻ്റെയും സ്പോഞ്ച് ഒരുമിച്ച് ഇതുപോലെ ചെയ്ത് വെക്കും. എന്നിട്ട് ഒരുമിച്ച് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ടും ഡിസൈനെല്ലാം ഒരുമിച്ച് തന്നെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പണികൾ കുറച്ചും കൂടെ എളുപ്പമുള്ളതായിട്ട് തോന്നും. അപ്പോൾ ഓരോന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഞാൻ കയറ്റിയിട്ടുണ്ട് വീണ്ടും. എന്നിട്ട് അത് ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റായിട്ടാണ് ലാസ്റ്റ് ഫൈനൽ വർക്കും അതിൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ 3 റെഡ് വെൽവെറ്റ് കേക്ക് കഴിഞ്ഞ് ഇതിപ്പോൾ ചെയ്യുന്നത് ഒരു വാഞ്ചോ കേക്കാണ്. സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. 1 kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നോർമൽ ഡിസൈനാണ് കേട്ടോ. വാഞ്ചോൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ക്വയർ കേക്കുകൾ ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും റൗണ്ട് കേക്കുകളെക്കാട്ടി കുറച്ച് ടൈം കൺസ്യൂം ആവാറുണ്ട്. ഇതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പായി കിട്ടാനായിട്ട് കുറച്ച് പാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ച കേക്കിൽ കസ്റ്റമർ തന്നൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ട്രീയുടെ പാറ്റേൺ ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് ഷുഗർ ബോൾസും ബീഡ്സും കൂടെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഡിസൈനായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കേക്കിൽ മെറി ക്രിസ്മസ് എന്ന ക്രീം കൊണ്ട് എഴുതിയിട്ട് ചെറിയ ചെറിയ ലീഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റെഡ് കളർ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് പോലെ ക്രിസ്മസ് തീം പോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതും നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഡിസൈൻ തന്നെയായിരുന്നു. അപ്പോൾ ലീഫിൻ്റെ ഉള്ളിൽ ചെറിയ ഡോട്ട്സ് കൊടുത്ത് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ റെഡ് ഡോട്ട്സും കൊടുത്തിട്ട് വൈറ്റ് കളർ ക്രീം കൊണ്ട് ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത കേക്കിൽ വാഞ്ചോയിൽ നമ്മൾ നോർമൽ ഡിസൈനായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റും കൂടെ കൊടുത്തിട്ട് ഒരു വേവി ഡിസൈൻ പോലെയാണ് കേട്ടോ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തിരുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു 2 ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. 1/2 kg വെയിറ്റ് വരുന്ന 2 ഡ്രീം കേക്കായിരുന്നു. അതിലേക്ക് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് അംഗനവാടിയിലേക്കുള്ള കേക്കാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ട്രീയും ഒരു സാന്താക്ലോസിനെയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്ത് വെച്ചാൽ ആ കേക്കിലേക്കും ഷുഗർ ബോൾസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കുകളുടെ ഫൈനൽ ലുക്കുകൾ കാണാം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുറേ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഈ വർഷം. താങ്ക് യു ഫോർ വാച്ചിങ്.